ഹലോ ചങ്ങായിമാരെ, നമ്മൾ പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പഴയ വീടിൻ്റെ റൂഫിങ്ങിൻ്റെ കോൺക്രീറ്റിൻ്റെ ചോർച്ച ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ റൂഫ് ചെയ്യാനുള്ള പരിപാടിയാണ്. പഴയ മോഡൽ വീടാണ്, കുറേ കട്ടിങ്ങൊക്കെയുള്ള വാർക്കയാണ്, കുറേ കട്ടിങ്ങും ജോയിൻ്റൊക്കെയുള്ള കനം കുറഞ്ഞ വാർപ്പുമാണ്. അപ്പോൾ അതിൻ്റെ മേലെ റൂഫ് ചെയ്തിട്ട് അതിൻ്റെ ലീക്ക് ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ അതിനെ നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇത് രണ്ട് സൈഡിലോട്ട് ചേച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വണ്ടിയുടെ റൂഫ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വീട്ടുകാർക്ക് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ 2 നിലയുടെ മുകളിലാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അധികം ഉയരമൊന്നും വേണ്ട, പരമാവധി ഹൈറ്റ് കുറഞ്ഞിട്ട് മതി എന്നാണ് പറഞ്ഞത്. ആളൊന്നും കയറേണ്ട ആവശ്യമില്ല. പരമാവധി പറ്റിച്ചിടാൻ പറ്റുന്ന അത്രയും താത്തിയിടാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം പൈപ്പൊക്കെ ഇറക്കി, പട്ടികയും കഴുക്കോലൊക്കെ ഇറക്കി കഴുക്കോലൊക്കെ അളവിൽ വെൽഡ് ചെയ്ത് സെറ്റാക്കി പെയിൻ്റൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ 2 സൈഡിലേക്കും 18 അടിയുടെ ഷീറ്റാണ് നമ്മളിടുന്നത്. ഫ്രണ്ട് വശത്തേക്ക് ചെറിയൊരു കട്ടിങ്ങും എക്സ്ട്രാ ഉണ്ട്. അതുകൂടാതെ 2 സൈഡിലോട്ടും 18 അടിയുടെ ഷീറ്റാണ് നമ്മളിടുന്നത്. അധികം ഉയരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പണിയാണ് എടുക്കുന്നത്. കാരണം ഉയരമൊന്നുമില്ലാതെ ചിലവ് കുറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം വാർപ്പിൻ്റെ പല തരത്തിലുള്ള കട്ടിങ് കൊണ്ടുള്ള ചെരിവുകൾ ഹൈറ്റ് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ തൂണൊക്കെ അതുകൊണ്ട് 3.1 തന്നെ പ്ലേറ്റ് അടിച്ചിട്ട് ചെറിയ കാലേ ആവശ്യമുള്ളൂ. അത് പ്രത്യേകിച്ച് സെപ്പറേറ്റ് തൂണിന് വേണ്ടി സെപ്പറേറ്റ് പൈപ്പ് നമ്മൾ എടുത്തിട്ടില്ല. കാലൊക്കെ നമ്മൾ പ്ലേറ്റ് ഇട്ട് ആങ്കർ ബോട്ടൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യുക ചെയ്യുന്നത്. കാരണം കാറ്റ് പിടിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് നമ്മൾ കോൺക്രീറ്റും ചെയ്യുന്നുണ്ട്, രണ്ടും കൂടി ചെയ്ത് വെക്കുന്നുണ്ട്. കഴുക്കോലിൻ്റെയൊക്കെ പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴുക്കോല് പട്ടികയെല്ലാം ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും പാത്തി വെക്കുന്നുണ്ട്. 2 സൈഡിലോട്ട് ചെരുവാണ്ട് നമുക്ക് പരമാവധി എളുപ്പത്തിലും സ്പീഡിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പണി. ഈ പണി നമ്മൾ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ഭാഗത്താണ്. ഈ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം 16 ഗേജിൻ്റെ പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. എല്ലാം 16 ഗേജിൻ്റെ പൈപ്പ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളാദ്യം പൈപ്പും എല്ലാം വെൽഡിങ് കഴിച്ചപ്പോൾ മൊത്തം പ്രൈമറൊക്കെ അടിച്ചിട്ടായിരുന്നു ആദ്യം ചെയ്തത്. അതിന് പ്രൈമർ ടച്ച് ചെയ്ത് വെൽഡ് ചെയ്തിട്ടൊക്കെ ടച്ച് ചെയ്ത് രണ്ടാമതും ചെയ്തിട്ടുണ്ട്. പ്രൈമർ കൂടാതെ ഈ വർക്കിന് വേണ്ടി നമ്മൾ ഇതിന് പെയിൻറ്റും കൂടി അടിക്കുന്നുണ്ട്. ബ്ലാക്ക് പെയിൻറ്റും കൂടി ഒരു കോട്ട് പെയിൻറ്റും കൂടി അടിക്കുന്നുണ്ട്. കാരണം ഉയരമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരം തന്നെ നമ്മൾ ആദ്യം തന്നെ പെയിൻറ്റും കൂടി അതും നമ്മൾ തന്നെ ചെയ്യുകയാണ് ചെയ്തത്. ഇതിനുവേണ്ടി നമ്മൾ ഓക്സിയുടെ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടമായെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മളെ വിളിക്കുക. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.